വീൽ ചെയറുകളിലിരുന്ന് അവർ വയനാട് ചുരം കയറും. കാലങ്ങൾ കാത്തിരുന്ന് സ്വപ്നം പൂവണിയിച്ച് മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ റഫീഖ് ഈ ഹോം കെയർ വിസിറ്റ് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നഗരസഭ വയോജനങ്ങളെ ടൂർ കൊണ്ടുപോകും, ബഡ്സ് സ്കൂൾ കുട്ടികളെ മറ്റുള്ളവരും കൊണ്ടുപോകും, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഞങ്ങളെ ആരും ടൂറിന് കൊണ്ടുപോകണില്ല എന്നുള്ളൊരു സങ്കടം പറഞ്ഞു. ഞാനത് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ചെയ്യാം, ടൂറല്ലേ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുകയും ചെയ്തു. മലപ്പുറം പാലിയേറ്റീവ് കെയർ സെന്ററിലെ വീൽചെയർ ഗസ്റ്റുകളുടെ വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ റഫീഖ്. വയോജനങ്ങളെയും ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും മുനിസിപ്പാലിറ്റി ടൂർ കൊണ്ടുപോയപ്പോൾ തങ്ങളെ മാത്രം കൊണ്ടുപോയില്ലെന്ന പരാതി പരിഹരിച്ചിരിക്കുകയാണ്. വയനാട്ടിലേക്കുള്ള വിനോദയാത്ര എന്ന പ്രഖ്യാപനത്തോടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത അടുത്ത ദിവസം തന്നെ മലപ്പുറം പാലിയേറ്റീവ് കെയർ സെന്റർ സന്ദർശിക്കാനായി ചെയർപേഴ്സൺ പോയിരുന്നു. അന്നാണ് ടൂർ കൊണ്ടുപോകാമോ എന്ന ആവശ്യവുമായി അവിടെ ചികിത്സയ്ക്കായി എത്തിയവർ സമീപിച്ചത്. ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തിൽ തന്നെ അവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ചെയർമാൻ വാക്കുകൊടുക്കുകയും ചെയ്തു. ജനുവരി 25 തീയതി വയനാട്ടിലേക്കാണ് 100ഓളം പേരടങ്ങുന്ന സംഘത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷയുടെ നേതൃത്വത്തിൽ വിനോദയാത്ര കൊണ്ടുപോകുന്നത്. വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ മജീദ്, കൗൺസിലറായ സമദ് സി മാടൻ, സലീന, ജാസ്മിൻ എന്നിവരും ചെയർപേഴ്സണൊപ്പം പാലിയേറ്റീവ് കെയർ സന്ദർശിക്കാനെത്തിയിരുന്നു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം. SS മീഡിയ, മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.